ഹായ് കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു അല്ലേ? എല്ലാവരും അത്രയൊക്കെ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പഠിച്ചു നിർത്തിയപ്പോൾ നമ്മൾ എവിടെ വരെയാണ് പഠിച്ചു നിർത്തിയത്? നമ്മൾ ഇൻഡിവിജ്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പഠിച്ചു. അത് വെച്ചിട്ട് ഇക്വേഷൻ ഒക്കെ വെച്ച് പ്രോബ്ലം ചെയ്യാൻ പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? പിന്നെ നമ്മൾ അൺഗ്രൂപ്ഡ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒബ്സർവേഷൻസിന് എന്ത് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചല്ലേ. ഇക്വേഷൻ ഒക്കെ എടുത്തെഴുതി അതിൽ കോളം വരച്ച് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ മൂന്നാമത് പഠിക്കാൻ പോകുന്നത് അതിന്റെ തന്നെ മീനും മീഡിയനും വെച്ചിട്ട് മൂന്നാമത് അടുത്തൊരു ടോപ്പിക്ക് പഠിക്കാൻ പോവാണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് നോക്കിയിട്ടുണ്ടോ? മീൻ എന്താണ്, മീഡിയൻ എന്താണെന്നൊക്കെ ചെയ്യാനൊക്കെ ഓൾമോസ്റ്റ് പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. ഉണ്ടെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്തു പോകാൻ പറ്റും. അത് പഠിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടഫ് ആയിരിക്കും ചെയ്തു തരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇൻ കേസ് നോക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഒന്ന് അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് മീൻ എന്താണ്, മീഡിയൻ എന്താണ് പഠിച്ചെന്നൊക്കെ ഉള്ളതെന്നൊക്കെ നോക്കി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് വരിക. അതുപോലെ നമുക്ക് മീന് മീഡിയൻ ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് ഒക്കെ പഠിച്ച ശേഷം നമുക്ക് ലാസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ശരിക്കും എന്താണ്? മീനും മീഡിയനും അല്ല നമ്മുടെ ഇമ്പോർട്ടന്റ് ടോപ്പിക്. നമുക്ക് മെയിൻ ആയിട്ട് കിട്ടേണ്ടത് മീൻ ഡീവിയേഷൻ ആണ്. ആ മീൻ ഡീവിയേഷൻ എന്താണെന്നുള്ളത് അതും ഒന്ന് നോക്കിയിട്ട് വരിക. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആൻഡ് മീഡിയൻ, ഇത് രണ്ടുമാണ് പഠിക്കാനുള്ളത്. ശരിക്കും മീനും മീഡിയനും കണ്ടുപിടിക്കുന്നത് തന്നെ ആ ഒരു മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് വന്നിട്ട് വേണം ബാക്കിയുള്ള ഈ ഒരു പോർഷൻ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പറഞ്ഞപ്പോ എന്തായിരുന്നു? മീനും മീഡിയനും പറഞ്ഞു അല്ലെ? ആ കൂട്ടത്തില് നമുക്ക് എന്ത് പഠിക്കണം ഇനി? ഗ്രൂപ്ഡ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെ, കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഗ്രൂപ്ഡ് ആയിട്ട് കുറച്ച് ഡിസ്ട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അല്ലെ. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോ ഫസ്റ്റ് എന്താ, ഇൻഡിവിജ്വൽ പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് XI വാല്യൂസ് മാത്രം എന്ത് ചെയ്തു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ 2, 6, 7, 8, 9 ഇങ്ങനെ കുറച്ച് വാല്യൂസ് മാത്രം തന്നല്ലേ. XI വാല്യൂസ് മാത്രം, ഒബ്സർവേഷൻസ് മാത്രം തന്നാണ് ഫസ്റ്റ് കേസ് നമ്മൾ പഠിച്ചത്. സെക്കൻഡ് കേസിൽ നമ്മൾ എന്ത് പഠിച്ചു? ഈ XI വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് FI വാല്യൂസ്, ഫ്രീക്വൻസീസും കൂടെ ചേർത്ത് നമ്മൾ സെക്കൻഡ് പഠിച്ചു അല്ലെ. സെക്കൻഡ് പോർഷൻ പഠിച്ചത് അതായിരുന്നു, സെക്കൻഡ് ക്ലാസ്സിൽ പഠിച്ചത് അല്ലെ. അവിടെ ഇപ്പൊ എന്തായിരുന്നു? അവിടെ കുറച്ച് ഡിസ്ട്രിബ്യൂഷൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കൂടെ തന്നിട്ട് നമ്മൾ പഠിച്ചു. ഇങ്ങനെയായിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? സെക്കൻഡ് കേസ് പഠിച്ചത്. ഇനി തേർഡ് കേസ് പറയാൻ പോണത് ഇതൊന്നും അല്ലാത്ത വേറൊരു കാര്യമാണ്. എന്താണ്? ഗ്രൂപ്ഡ്. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ ഗ്രൂപ്പിലാണെന്നുള്ള അല്ലെ. ഇതൊക്കെ പറഞ്ഞപ്പോ എന്താ, ഒറ്റക്കൊറ്റക്കുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി പഠിക്കാൻ പോകുന്നത് ഗ്രൂപ്ഡ് ആണ്. ഗ്രൂപ്ഡ് എന്ന് പറയുമ്പോൾ അതിൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഗ്രൂപ്ഡ് ഓർ കണ്ടിന്യൂസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എടുത്തപ്പോൾ ചിലപ്പോൾ വാല്യൂസ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എങ്ങനെ വരാമായിരുന്നു? 2, 6, 7, 8, 9 തോന്നിയ പോലൊക്കെ അല്ലെ. ഇപ്പൊ ഇവിടെ 2 കഴിഞ്ഞ് 6 ആണ് അല്ലെ. ഒരു 4ന്റെ ഡിഫറൻസ് വന്നു, അത് കഴിഞ്ഞ് 7, 1ന്റെ ഡിഫറൻസ്, പിന്നെ 1 വെച്ച് ഡിഫറൻസ് ഒക്കെ അങ്ങനെയാ പോയിക്കൊണ്ടിരുന്നത് അല്ലെ. ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ഇന്റർവെൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി സെക്കൻഡ് കേസ് വന്നാലും അതൊക്കെ തന്നെ അവസ്ഥയായിരുന്നു അല്ലെ. അതിൽ മീഡിയൻ കണ്ടുപിടിക്കുമ്പോൾ മാത്രം ഫസ്റ്റ് കേസിൽ നമ്മളൊന്ന് അസെൻഡിങ് ഓർഡറിൽ എഴുതി. അസെൻഡിങ് ഓർഡറിൽ എഴുതിയപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അതൊക്കെ എന്തായിരുന്നു, ഒരു കറക്റ്റ് ഒരു ഇന്റർവെൽ ടൈമിലൊന്നും ആയിരുന്നില്ല കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആണോ? അല്ല. ഇനി FIയുടെ കേസ് എടുത്താൽ FI വന്നപ്പോഴും എന്താ, അതിങ്ങനെ അതിന്റെ ഫ്രീക്വൻസീസ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അതിലും ഒരു ഗ്രൂപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇനി അടുത്ത പറയാൻ പോകുന്നത് ഗ്രൂപ്ഡ് ഓർ കണ്ടിന്യൂസ്. അതിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പൊ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണവും അവർക്ക് കിട്ടിയ മാർക്കും ഒക്കെയാണ് പറയാൻ പോകുന്നതെങ്കിൽ നമുക്ക് ക്ലാസ്സിലെ കുട്ടികളുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെ, എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാൻ പറ്റും. ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണം, അതിലിപ്പം എത്ര മാർക്ക് കിട്ടിയത്, ചിലപ്പോൾ ഇപ്പൊ ഒരു 50 മാർക്ക് കിട്ടിയതായിരിക്കാം, ഒരു 60 കിട്ടിയവരാവാം, 70 കിട്ടിയവരാകാം, 80 കിട്ടിയവരാകാം. അല്ലെങ്കിൽ മാർക്ക് ഇവിടെ വരുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസും ആകാം അല്ലെ. അങ്ങനെയും ആകാം. തിരിച്ചെഴുതാം, നമുക്ക് തിരിച്ചു തന്നെ എഴുതാം അല്ലെ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളത് ഫ്രീക്വൻസി ആയിട്ട് വരും. ഇതിനെ നമുക്ക് FI എന്ന് എഴുതാം. XI എന്തായിരിക്കും? മാർക്കായിരിക്കും. ഓരോ കുട്ടികൾക്കും കിട്ടിയിട്ടുള്ള മാർക്ക് ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഒരു ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ XI FIയും തന്നതിന് പകരം ഇങ്ങനെയായിരിക്കും തരിക. പക്ഷെ ഇവിടെ Xന് I ആയിരിക്കില്ല വരിക. കാരണം എന്താന്ന് വെച്ചാൽ XI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്നാ പറയുന്നത്, നമുക്കൊരു സിംഗിൾ ഒബ്സർവേഷൻ ആണ് പറഞ്ഞത് അല്ലെ. ഓരോ സിംഗിൾ ഒബ്സർവേഷൻസിനെയാണ് നമ്മൾ XI എന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ കേസിൽ വരുമ്പോഴത്തേക്ക് സിംഗിൾ ഒബ്സർവേഷൻസിലല്ല വരുന്നത്,
പകരം നമുക്ക് 0 to 10 എന്ന് ഗ്രൂപ്പ് ആയിട്ടാണ് തരുന്നത്. നമ്മുടെ ഹെഡിങ്ങിൽ തന്നെ നമ്മൾ പറയുന്നുണ്ടല്ലേ, ഗ്രൂപ്പ്ഡ് ഓർ കണ്ടിന്യൂസ് എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് അല്ലെ. നമുക്ക് 0 to 10 എന്നൊരു ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. അടുത്ത ഗ്രൂപ്പിൽ എന്ത് വരും? 10 to 20, 20 to 30, 30 to 40, ഇങ്ങനെ ഗ്രൂപ്പിലായിരിക്കും നമുക്ക് വാല്യൂസ് തരിക. അല്ലാതെ ഒരു സിംഗിൾ വാല്യൂ ഉണ്ടാവില്ല ഇതുപോലെ. പകരം എന്ത് ചെയ്യും? ഓരോന്നിനും ഇങ്ങനെ ഗ്രൂപ്പ് വൈസ് തിരിച്ചല്ലേ, 0 to 10 വരെയുള്ളവർ ഒരുമിച്ച്, 10 to 20 വരെയുള്ളവർ ഒരുമിച്ച്, 20 to 30 വരെ ഒരുമിച്ച്, 30 to 40 ഒരുമിച്ച്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നിങ്ങൾക്ക് എക്സാം ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക്, ഇപ്പൊ ക്രിസ്മസ് എക്സാമിന്റെ ഒക്കെ പേപ്പർ കിട്ടുമ്പം ടീച്ചർ മാർക്ക് ചോദിക്കുമ്പോഴത്തേക്ക് ചോദിക്കും, അതിലിപ്പോ 60ലാണ് നിങ്ങളുടെ മാർക്ക് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ചോദിക്കുന്നത് എന്തായിരിക്കും? എബോവ് 50 ഉള്ളവർ എഴുന്നേക്കാൻ പറയും. അപ്പൊ എന്ത് ചെയ്യും? 50 തൊട്ട് 60 വരെയുള്ള കുട്ടികൾ എന്ത് ചെയ്യും? എഴുന്നേറ്റ് നിൽക്കും. അത് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. അത്രയും പേര് എന്ത് ചെയ്തു? ഒരു ഗ്രൂപ്പ് ചെയ്തു അല്ലെ. 50 to 60 ഗ്രൂപ്പിംഗ് വന്നു. ഇനി അടുത്തത് എബോവ് 40 ഉള്ളവർ എണീക്കാൻ പറഞ്ഞല്ലേ, 40 to 50 വരുന്നവര്. അപ്പൊ അവർക്ക് സെപ്പറേറ്റ് എംപോസിഷൻ അല്ലെ, കൊടുക്കുന്ന എംപോസിഷൻ ആയിരിക്കും. ഇപ്പം കൊടുക്കുമ്പോൾ ഓരോ ഇതിനും ഡിവൈഡ് ചെയ്തിട്ട് അല്ലെ, ഏറ്റവും കൂടുതൽ ഇപ്പൊ ഒരു 50 to 60 ഉള്ളവരോട് പറയും, ഓക്കെ സാരമില്ല നിങ്ങൾ എഴുതണ്ട എന്ന് പറയായിരിക്കും അല്ലെ, എംപോസിഷൻ ഒന്നും നിങ്ങൾ എഴുതണ്ട, നിങ്ങൾ അവിടെ ഇരുന്നോളൂ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 40 to 50 ചോദിച്ചാലും ഓക്കെ ഇരുന്നോളാൻ പറയും അല്ലെ, അല്ലെങ്കിൽ ഒരു 30 എബോവ് ഉള്ള കുട്ടികൾ എല്ലാവരും ഇരുന്നോളാൻ പറയും. പിന്നെ എന്ത് ചെയ്യും? ബാക്കി താഴേക്കുള്ളവരെ എല്ലാം ഓരോരുത്തരെ പൊക്കാൻ തുടങ്ങും ഗ്രൂപ്പായിട്ട് അല്ലെ. ഇപ്പൊ 10 to 20 ഉള്ളവര്, 20 to 30 ഉള്ളവര്, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഈ 20 to 30 ഉള്ളവർക്ക് എന്ത് ചെയ്യും? എംപോസിഷൻ കുറച്ച് കൊടുക്കും, കാരണം അവർ അത്രയും മാർക്ക് വാങ്ങിച്ചു എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? 10 to 20 ഉള്ളവർക്ക് പിന്നെയും കുറച്ചുകൂടെ എന്ത് ചെയ്യും? നമ്മളെ എംപോസിഷൻ കൂടുതൽ കൊടുക്കും അല്ലെ, കുറച്ച് ഒത്തിരി മാർക്ക് കുറഞ്ഞു പോയി എന്നും പറഞ്ഞിട്ട്. അതിൽ കൂടുതൽ 0 to 10 വരുന്ന ആൾക്കാരുണ്ടല്ലേ, അതാണ് മെയിൻ. 0 to 10 വരുന്ന ആൾക്കാര്, ഞങ്ങൾ എല്ലാ എക്സാമിന് പൊട്ടിയാലും മെയിൻ എക്സാമിന് ജയിക്കുമെന്നും പറഞ്ഞ് നിൽക്കുന്ന കുറെ ആൾക്കാരാണ് 0 to 10 ഉള്ളവര്. അവർക്കായിരിക്കും എന്ത് കിട്ടുക? ഏറ്റവും കൂടുതൽ എംപോസിഷൻ കിട്ടുന്നത് അല്ലെ. അവർക്ക് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് കൂടുതൽ കൊടുക്കും അല്ലെ, കുറച്ച് സ്നേഹം കൂടുതലാണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയായിരിക്കും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ വരിക. എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തു അല്ലെ. ഓരോരുത്തർക്കും കിട്ടിയ മാർക്ക്, ഇപ്പൊ ഒരു 40 മാർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കിട്ടിയപ്പോൾ മാർക്ക് എത്ര ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയ ആൾക്കാരുടെ എണ്ണം ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് ഗ്രൂപ്പിംഗ് എന്ന്. അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഗ്രൂപ്പ്ഡ് ഓർ കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് എന്ന് പറയാൻ കാര്യം എന്താ? ഇവിടെ 10 കഴിഞ്ഞാൽ പിന്നെ 10 to 20 എവിടെ എടുത്തിട്ടുണ്ട്? അടുത്ത ഉടനെ തന്നെ എടുത്തു. പിന്നെ 20 to 30, 30 to 40 അങ്ങനെയാണ് എടുക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ കണ്ടിന്യൂസ് ഓർ ഗ്രൂപ്പ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി പഠിക്കാം. ഇനി ഈ ഒരു കൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ് പറഞ്ഞു നിർത്തിയത് നമ്മള്. ആ കണ്ടിന്യൂസ് എന്ന് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. മാർക്കുകൾ കയറി പോകുന്ന അനുസരിച്ച്, അല്ലെങ്കിൽ ചിലരുടെ ഏജ്, ഇപ്പൊ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ളവരുടെ ഏജ് ആയിരിക്കാം. ആ ഒരു ഏജ് എന്ന് പറയുന്നത് ചിലപ്പോൾ 10 വയസ്സ് വരെയുള്ള കുട്ടികൾ, 10 തൊട്ട് 20 വയസ്സ് വരെയുള്ള കുട്ടികൾ, ഈ 20 തൊട്ട് 30 വരെ, അങ്ങനെ ഏജ് കൂടി പോകുന്ന തൊട്ട് 90 തൊട്ട് 100 വരെ ഉള്ളവരെന്ന് പറഞ്ഞ് വരെ കണക്കെടുക്കുക അല്ലെ. മാക്സിമം 100 വരെ ഉള്ളവരെന്ന് പറഞ്ഞായിരിക്കും നമ്മൾ കണക്ക് എടുക്കുക. അതിൽ മേലേക്കുള്ളവരൊക്കെ ചുരുക്കമാണ് അല്ലെ. അപ്പം അങ്ങനെയായിരിക്കും നമ്മള് ഏജിൻ്റെത് എടുക്കുന്നത്. അപ്പൊ അത്ര എണ്ണ ആൾക്കാർ അവിടെ ഉണ്ടെന്നുള്ളത് ഫ്രീക്വൻസിയിലും വരും. ഇതായിരിക്കും എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? നമുക്ക് വേണ്ടത് മീനും മീഡിയനും ഒക്കെ അല്ലേ. നമുക്ക് വേണ്ട എന്താണ്? മീനും മീഡിയനും ഒക്കെയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എപ്പോഴും എന്താണ്? മീൻ ഡീവിയേഷൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിലെ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. സോ അതിൽ നമുക്ക് വേണ്ടത് എന്താണ്? മീൻ ഡീവിയേഷന് വേണ്ട മീനും മീഡിയനും. അത് കിട്ടിയ മീൻ ഡീവിയേഷന്റെ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസർ കണ്ടുപിടിക്കുന്നു. ഇത്ര മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് എന്താണ് ഗ്രൂപ്പ്ഡ് ഓർ കണ്ടിന്യൂസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്തി അല്ലേ. എന്താണ് ഗ്രൂപ്പ്ഡ് ഓർ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യം കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്തി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഇക്വേഷൻസിലേക്ക് കിടക്കാം അല്ലെ. കുറെ ഇക്വേഷൻസ് പഠിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞല്ലേ. കുറെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാടൊന്നും ഇല്ല. ഓൾറെഡി പഠിച്ച കുറച്ച് ഇക്വേഷൻസ് അതൊക്കെ തന്നെ. അതില് ഇത് നിങ്ങൾ എന്തായാലും പഠിച്ച ഇക്വേഷൻ ആണ് അല്ലെ. നമ്മള് നേരത്തെ ഇൻഡിവിജ്വൽ ആയാലും അത് കഴിഞ്ഞു വന്നപ്പോ ഏത് പഠിച്ചു? നമ്മള് അൺഗ്രൂപ്ഡ് പഠിച്ചു അല്ലെ. അൺഗ്രൂപ്ഡ് പഠിച്ചപ്പോഴാണെങ്കിലും ഇനി ഗ്രൂപ്ഡ് പഠിക്കുമ്പോഴും ഈ മീൻ ഡീവിയേഷൻ എബൌട്ട് മീനും മീൻ ഡീവിയേഷൻ എബൌട്ട്
മീഡിയനും എടുക്കുന്നത് സെയിം ഇക്വേഷൻസ് തന്നെയാണ്. ആ ഇക്വേഷൻസിൽ മാറ്റമില്ല. പക്ഷെ അവിടെ എന്ത് മാത്രം മാറും? അവിടെ നമ്മുടെ മീനും മീഡിയനും കണ്ടുപിടിക്കുന്ന വഴികൾ മാറുന്നു. അതാണ് അവിടെ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനും എന്തായിരിക്കും? നമുക്ക് ഇക്വേഷൻസ് സെയിം കിട്ടും. പക്ഷെ അവിടെ നമുക്ക് കിട്ടാതെ പോകുന്നത് എന്തായിരിക്കും? നമ്മുടെ മീനും മീഡിയനും എന്താണെന്നുള്ളത്. അതായിരിക്കും അവിടെ ആകെ വരുന്നൊരു വ്യത്യാസമുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക? നമ്മള് ആ ഒരു മീൻ എന്താണ്, മീഡിയൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് അവിടെ പഠിക്കേണ്ടത്. ബാക്കിയുള്ള ഇക്വേഷൻസ് എല്ലാം എന്തായിരിക്കും? അതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, അതില് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെയും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞിരുന്നു, ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് തന്നിരിക്കുന്നത് എക്സ് എന്ന് പറയുന്ന വാല്യൂ എന്തായിരുന്നു? ഒരു ഗ്രൂപ്പാ തന്നേക്കുന്നതെന്ന്. സോ ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിരുന്നു? നമുക്ക് എക്സ് ഐ വാല്യൂസ് എന്ത് ചെയ്യണം? നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതൊരിക്കലും തന്നിട്ടുണ്ടാവില്ല അല്ലെ ഇങ്ങനെയുള്ള കേസസിൽ. ഇതിൽ തരുന്ന എന്താണ്? ആ ഒരു വേരിയേഷൻ വരുന്ന വാല്യൂസ് മാത്രമല്ലേ ഗ്രൂപ്പ് ചെയ്ത് തന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിനനുസരിച്ചുള്ള ഒരു ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടാകും. നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ഐ വാല്യൂസ്. കാരണം നമ്മുടെ ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? ഇവിടെ എക്സ് ഐ വാല്യൂ വേണം അല്ലെ. എക്സ് ഐ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എക്സ് ഐ മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കാൻ പറ്റൂ. സോ നമുക്ക് എന്താവശ്യമുണ്ട്? എക്സ് ഐ കണ്ടുപിടിക്കണം. അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ 0 to 10 ആ തന്നേക്കുന്നത് അല്ലെ. നമുക്ക് തരുന്ന രണ്ട് ലിമിറ്റ്സ്, ഇതിനെ നമുക്ക് ലോവർ ലിമിറ്റ് എന്നും മറ്റേതിനെ നമുക്ക് എന്ത് പറയാം? ഇതിനെ നമുക്ക് അപ്പർ ലിമിറ്റ് എന്നും പറയാം. ലോവർ ആൻഡ് അപ്പർ ലിമിറ്റ് എന്ന് പറയാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഇത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂടെ പ്ലസ് ചെയ്ത് ബൈ 2 ചെയ്യുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? എക്സ് ഐ എന്ന് പറയുന്നത്. എക്സ് ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും എന്തെന്ന് പറയുന്നത്? നമുക്ക് കിട്ടേണ്ട എക്സ് ഐ വാല്യൂസ്. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം. 0യും 10ഉം ആണ്. അപ്പൊ 10 + 0 10 തന്നെ വരും. ബൈ 2 എന്ത് വരും? 5 ആയിരിക്കും ആൻസർ കിട്ടുക. ഇനി 10ഉം 20ഉം എടുത്താൽ എന്ത് വരും? 10 + 20 30 വരും. 30 ബൈ 2 15 കിട്ടും അല്ലെ. ഇനി 20 to 30 ആണെങ്കിലോ അതിനിടയ്ക്ക് വരുന്ന ഏത് വരും? 25. 30 to 40 35. ഇങ്ങനെയായിരിക്കും വാല്യൂസ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് എന്ത് ചെയ്യുക? ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2. ഇനി ഇതുപോലെ കണ്ടിന്യൂഷനാ തരുന്നെങ്കിൽ നിങ്ങൾ നോക്കുക, നമ്മുടെ സീക്വൻസുകളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. ആ സീക്വൻസ് പോലെയല്ലേ വരുന്നത്? 5, 15, 25, 35 എന്ന് പറഞ്ഞൊരു സീക്വൻസ് പോലെ. ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയി വന്നിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം? അതുപോലെ എഴുതി പോകാം അല്ലെ, ഇത് കണ്ടിന്യൂഷൻ ആണെങ്കിൽ. അതല്ല ഇതിങ്ങനെ കിട്ടാത്ത ആൾക്കാർ, പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യുക? ഇതുപോലെ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2 എന്നുള്ളത് ചെയ്തിട്ട് നിങ്ങൾ ഈ ആൻസറിലേക്ക് എത്തുക. അപ്പൊ നിങ്ങൾക്ക് ആൻസർ തെറ്റാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി അങ്ങനെയെങ്കിൽ നമുക്ക് ഇക്വേഷൻസിലേക്ക് പോകാം. ഇക്വേഷൻസിൽ പറയുന്നത് എന്താണ്? ഗ്രൂപ്പ്ഡ് ഓർ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്താണെന്ന് പറഞ്ഞു. ഇനി അതിന്റെ ഇക്വേഷൻസിൽ മീനും മീഡിയനും ഒരുപോലെ നമ്മൾ പഴയ പഠിച്ച കാര്യങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞു. അതിൽ മീനും മീഡിയനും കണ്ടുപിടിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു. അതിൽ മീനും മീഡിയനും കണ്ടുപിടിക്കാനുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെ. ആദ്യം പഠിച്ചതിൻ്റെ അകത്ത് മീൻ കണ്ടുപിടിച്ചപ്പം എക്സ് ഐ ബൈ സ്മോൾ എൻ ആയിരുന്നു അല്ലെ. സമ്മേഷൻ എക്സ് ഐ ബൈ സ്മോൾ എൻ ആയിരുന്നു ഇൻഡിവിജ്വൽ പഠിച്ചപ്പോൾ. ഇനി അൺഗ്രൂപ്ഡ് പഠിച്ചപ്പോൾ എന്തായിരുന്നു? ഇതേ ഇക്വേഷൻ തന്നെ വന്നല്ലേ. എഫ് ഐ എക്സ് ഐ ബൈ എൻ തന്നെ സെയിം തന്നെയായിരുന്നു അല്ലെ. ഗ്രൂപ്ഡിനാണെങ്കിലും അൺഗ്രൂപ്ഡിനാണെങ്കിലും മീനിന്റെ വാല്യൂ എന്ന് പറയുന്ന കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആൻസർ ഇപ്പൊ കണ്ടുപിടിച്ച പോലെ നമുക്ക് എക്സ് ഐ വാല്യൂസ് കിട്ടും. എന്നിട്ട് എഫ് ഐ എക്സ് ഐ എന്നുള്ളൊരു കോളം ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ആൻസർ കണ്ടുപിടിച്ച് സമ്മേഷൻ എഫ് ഐ എക്സ് ഐ ചെയ്ത് ഡിവൈഡഡ് ബൈ എൻ എന്താണ്? നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ കോളം എഴുതുക. എന്നിട്ട് എൻ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? പ്ലസ് ചെയ്ത് പോവുക. എന്നിട്ട് എൻ കണ്ടുപിടിക്കുക അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് എന്നാണ് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി ആണ്. അല്ലാതെ നമ്മൾ ആദ്യം ചെയ്ത പോലെ എൻ എന്ന് പറഞ്ഞാൽ സ്മോൾ എൻ അല്ല വരുന്നത്. സ്മോൾ എൻ എന്തായിരുന്നു? നമുക്ക് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആയിരുന്നു. ഇവിടെ നമുക്ക് വരുന്നത് ആ ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ഇനി അടുത്തത് മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മൊത്തത്തിൽ ഡിഫറെന്റ് ആണ് അല്ലെ. വലിയൊരു ഇക്വേഷൻ പോലെ തോന്നുന്നുണ്ടല്ലേ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു വലിയൊരു ഇക്വേഷൻ പോലെ ഫീൽ ചെയ്യുന്ന ഒരു പുതിയൊരു ഇക്വേഷൻ പഠിക്കാൻ പോവുകയാണ്. ഇതില് നമുക്ക് മീഡിയൻ എം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എൽ പ്ലസ് എൻ ബൈ 2 മൈനസ് സി ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു എച്ച് ആണ്. ഈ എൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ എഴുതിയപ്പം ഒരു ലോവർ ലിമിറ്റും ഒരു അപ്പർ ലിമിറ്റും ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഗ്രൂപ്പ്ഡ് ആയിട്ട് വരുമ്പം. അതിലെ ലോവർ ലിമിറ്റ് എന്താണോ അതായിരിക്കും എന്തെന്ന് പറയുന്നേ? എൽ എന്ന് പറയുന്നത്. ഏതിന്റെ? നമ്മളൊരു മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കും.
ഏതാണോ മീഡിയൻ ക്ലാസ് അത് കണ്ടുപിടിക്കും. ആ കിട്ടുന്നതിന്റെ കറസ്പോണ്ടിങ് വരുന്ന എന്തുണ്ടാവും, ഒരു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഉണ്ടാകും അല്ലെ. അതിന്റെ ലോവർ ലിമിറ്റ് ആയിരിക്കും L എന്ന് പറയുന്നത്. ഇപ്പൊ 20 to 30 എന്ന് എടുത്താൽ 20 ആയിരിക്കും അതിന്റെ ലോവർ ലിമിറ്റ് അല്ലെ. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി n/2 n എത്രയാണെന്നുള്ളത് നമ്മൾ ഇവിടെ ചെയ്യുന്ന സെയിം n തന്നെ ഇവിടെ എഴുതുക, /2 മൈനസ് സി എടുക്കുക. സി എടുക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് ഒരു കോളം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് ഒരു കോളം ക്രിയേറ്റ് ചെയ്യുന്നു പറഞ്ഞല്ലോ. ആ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ കോളം ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അതിലേക്ക് നമ്മുടെ ഈ ഒരു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കണ്ടുപിടിച്ചില്ലേ നമ്മളൊരു മീഡിയൻ ക്ലാസിന്റെ, അതിന്റെ പ്രിസീഡിങ് ആയിട്ടുള്ള വാല്യൂ, അതിന്റെ CF എടുക്കുക. ആ CF വാല്യൂ ആയിരിക്കും ഈ C എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ഫ്രീക്വൻസി ഓഫ് മീഡിയൻ ക്ലാസ്. ഇപ്പൊ പറഞ്ഞു മീഡിയൻ ക്ലാസ് എടുക്കുന്നതിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അവിടെ 2 എണ്ണം കാണും അല്ലെ. CF എന്നും പറഞ്ഞ വാല്യൂസ്, CF അല്ലല്ലോ, ഒരു മീഡിയൻ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് 20 to 30 എടുത്താൽ അതിന് കറസ്പോണ്ടിങ് വരുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ടാവും അല്ലെ, ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണോ അതായിരിക്കും എന്ത്, F എന്ന് പറയുന്നത്. പിന്നെ H എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ക്ലാസ് ഇന്റർവെൽ. നമ്മൾ എടുക്കുന്ന ആ ഒരു ക്ലാസ് തമ്മിലുള്ള ഇന്റർവെൽ മീൻസ് ഇവിടെ നമ്മൾ എടുത്ത നോക്കിയേ എത്രയാണ് ഇതിന്റെ ഡിഫറൻസുകൾ വരിക, എല്ലാത്തിനും 10 വെച്ചാണ് ഡിഫറൻസ് അല്ലെ. ചില കേസസിൽ എന്താവാം, ഇത് ചേഞ്ച് വന്ന് 5 ആകാം. ചിലപ്പോൾ ഇവിടെ നമുക്ക് തരുന്നത് 0 to 100, 100 to 200 ആണെങ്കിൽ അവിടുത്തെ ഇന്റർവെൽ എത്ര, 100 വരാം. അങ്ങനെ എത്ര ഡിഫറൻസ് വരുന്നു ഓരോ ഗ്രൂപ്പിലും ഉള്ളത് തമ്മിൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, നമുക്കിവിടെ ക്ലാസ് ഇന്റർവെൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി n നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസികളെല്ലാം എഴുതി വരുമ്പോഴത്തേക്ക് സമ്മേഷൻ FI ചെയ്യുന്നതാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, അതും അറിയാം നമുക്ക്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഇക്വേഷൻ അല്ലെ, MD, അതെ മീൻ ഡീവിയേഷൻ. MD ഉദ്ദേശിക്കുന്ന മീൻ ഡീവിയേഷൻ, അതിന്റെ ഷോർട്ട് നമ്മൾ എഴുതുന്നതാണ്, അതൊന്നും മറന്നു പോവരുത്. അത് മീൻ ഡീവിയേഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ തരുമ്പോൾ തന്നെ അതിൽ എന്തുണ്ടാവും, മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ അല്ലെ, അതുണ്ടാകും. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ, എബൌട്ട് മീൻ ഉണ്ടാകും, അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ഉണ്ടാകും അല്ലെ. അതായിരിക്കും ഇത് വായിക്കേണ്ടത്, മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ, അങ്ങനല്ലേ വായിക്കേണ്ടത്. അതായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക അല്ലെ. അതാണ് നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത് അതാണ്. നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ലാസ്റ്റ് ചെയ്യേണ്ടത് അതാണ്. അതിൽ ചെല്ലാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ XI M എല്ലാം കണ്ടുപിടിക്കുന്നത്. നേരത്തെ ചെയ്തിട്ടുള്ള പോലെ നമ്മൾ അൺഗ്രൂപ്ഡ് ഒക്കെ ചെയ്ത പോലെ എന്ത് ചെയ്യുക, XI FI ഒക്കെ കോളം വരയ്ക്കുക, CF ഒരു കോളം വരയ്ക്കുക. പിന്നെ XI മൈനസ് X ബാർ മീന എടുക്കുന്നെങ്കിൽ XI മൈനസ് X ബാറിന്റെ മോഡിന് ഒരു കോളം വരയ്ക്കുക. പിന്നെ FI ഇൻറ്റു XI മൈനസ് X ബാറിന്റെ ഒരു കോളം വരയ്ക്കുക. അത്രയായിരിക്കും എന്താ മീനിന്റെ കേസിൽ. ഇനി മീഡിയന്റെ കേസ് വരുമ്പോഴും എന്ത് ചെയ്യുക, FI ഇൻറ്റു XI മൈനസ് എമ്മിനൊരു കോളം വരണം, അതുപോലെ XI മൈനസ് എമ്മിന്റെ മോഡിനൊരു കോളം. ഇത്രയായിരിക്കും നമ്മൾ വരയ്ക്കേണ്ടത്. ഇത്രയാ ചെയ്തു വന്ന കാര്യങ്ങളെല്ലാം സെയിം തന്നെ ചെയ്യുക. അതിൽ വ്യത്യാസം വരുന്നത് ഈ മീഡിയൻ കണ്ടുപിടിക്കുന്നതിലാണ്. അതൊരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇക്വേഷൻ തോന്നുമെങ്കിലും ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു പ്രോബ്ലം നമ്മളെ എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമ്പിൾ ചെയ്യാം. ഫൈൻഡ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്, ഇൻകം പെർ ഡേ ഇൻ റുപ്പീസ്. നമ്മുടെ ഇൻകം, കുറച്ച് ആൾക്കാരുടെ ഇൻകം തന്നിട്ടുണ്ട്, ഇൻകം പെർ ഡേ ഇൻ റുപ്പീസ്. ഒരു ദിവസത്തെ ഇൻകം കൊടുത്തിട്ടുണ്ട് അല്ലെ, അതിന്റെ കൂടെ അത് കിട്ടുന്ന ആൾക്കാരുടെ എണ്ണവും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ വരുന്ന മീൻ ഡീവിയേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏതിന് എബൌട്ടായിട്ട്, എബൌട്ട് മീൻ X ബാർ ആണ് കിട്ടേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം, X ബാർ ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. മീൻ എന്ത് കണ്ടുപിടിക്കണം അല്ലെ, എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മള് ഇക്വേഷൻ എഴുതി വെക്കുക. ഇക്വേഷൻ എന്താ നമ്മൾ പറഞ്ഞു അല്ലെ, FI/XI by N ആണ് അല്ലെ. സമ്മേഷൻ FI/XI by N ആണ്. അതിനൊരു മാറ്റവും ഇല്ലെന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. പക്ഷേ അവിടെ വരുന്ന കുറച്ച് ഡിഫിക്കൽട്ടി എന്തെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം എന്ത് തന്നിട്ടുണ്ട്, ഇൻകം പെർ ഡേ തന്നിട്ടുണ്ട് അല്ലെ. ഇൻകം പെർ ഡേ ആണ് ഒരു കോളം തന്നത്. അവിടെ XI വാല്യൂ തന്നിട്ടുണ്ടോ, ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, XI വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, പിന്നെ എന്ത് കണ്ടുപിടിക്കണം, FI. അതെന്ത് തന്നിട്ടില്ലേ,
FI ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുക, നമുക്ക് പിറക്കി എഴുതാമല്ലോ. 0 to 100, 100 to 200, 200 to 300, 300 to 400, 400 to 500. പിന്നെ എവിടെ വരെ ഉണ്ട്? 700 to 800 വരെ അല്ലേ. 400 to 500, 500 to 600, 600 to 700, 700 to 800 വരെയാണുള്ളത് അല്ലേ. ഇനി അതിന്റെ എല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള XI വാല്യൂസ് അല്ലേ. 4, 8, 9, 10, 7, 5, 4, 3 ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്താ വേണ്ടേ? XI വാല്യൂ. അത് നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ പറഞ്ഞല്ലേ. എങ്ങനെ കിട്ടണം? ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂടെ പ്ലസ് ചെയ്ത് ബൈ 2 ചെയ്യുക. ഇവിടെ അപ്പൊ എത്ര കിട്ടും? ആൻസർ 50 കിട്ടും. ഇനി ഇത് തമ്മിൽ പ്ലസ് ചെയ്താൽ എത്ര കിട്ടും? 300 കിട്ടും. ബൈ 2 150 അല്ലെ. അടുത്തത് 250 ഇല്ലേ. ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു സീക്വൻസ് പോലെ ഫീൽ ചെയ്താൽ അങ്ങനെ പോകും. കാരണം എന്താ, ഇത് കണ്ടിന്യൂസ് ആണ് അല്ലേ. സോ സീക്വൻസാ വരിക. അപ്പൊ എന്ത് വരും? 350 വരും, 450, 550, 650, 750. ഇത്രയായിരിക്കും എന്ത് നിങ്ങൾക്ക് കിട്ടുന്ന XI വാല്യൂസ്. ഇനി നിങ്ങൾക്ക് എന്ത് വേണം? ഇവിടെ നിങ്ങൾക്കൊരു ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ കോൾ ആവശ്യമുണ്ട് അല്ലെ. ഒരു ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ കോൾ ആവശ്യമുണ്ട്. എഴുതാമല്ലോ. അപ്പൊ എന്ത് വരും? 4 എടുത്ത് എഴുതുക. പിന്നെ എന്ത് ചെയ്യുക? എല്ലാം പ്ലസ് ചെയ്ത് എഴുതി വെക്കണം അല്ലെ. അപ്പൊ എത്ര വരും? 12, 21, 31, 38, 43, 47, 50 അല്ലെ. നമ്മള് പ്ലസ് ചെയ്ത് എഴുതി പോകുമ്പോഴത്തേക്ക് നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ കോളം കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ആവശ്യമുണ്ടോ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എപ്പോഴാണ് വേണ്ടത്? ഇത് ചെയ്യുമ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ആവശ്യമില്ല അല്ലെ. FI/XI കിട്ടിയാൽ മതി ബൈ N. മീഡിയൻ ഇല്ല. സോ ഇത് വേണ്ട അല്ലെ. മീഡിയൻ ഇല്ലാത്ത സ്ഥിതിക്ക് വേണ്ട. മീഡിയൻ വരുമ്പോഴാണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്? നമ്മള് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. മീഡിയൻ വരുമ്പോഴാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്നത്. ഇവിടെ നമുക്ക് കിട്ടേണ്ടത് മീൻ ആണ്. സോ മീൻ വരുന്ന കേസിൽ എന്ത് മതി? FI/XI എന്നുള്ളത് മതി. സോ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇവിടെ ഡയറക്റ്റ് FI/XI കണ്ടുപിടിച്ചാൽ മതി. FI/XI കണ്ടുപിടിച്ചാൽ മതി. അത് കണ്ടുപിടിക്കുമ്പോ എത്ര വരും? 200 കിട്ടും. 150 × 8 എത്ര വരും? 1200, 2250, 3500, 3150, എത്ര വരിക? 3500, 3150, 2750, 2600, ലാസ്റ്റ് എത്ര വരിക? 2280. ഇതിന്റെ എല്ലാം കൂടെ സം കണ്ടുപിടിക്കണം അല്ലെ. സം എത്ര വരും? 17,900 അല്ലെ. 17,900 ആയിരിക്കും FI/XIയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് FI/XI കിട്ടി ആൻഡ് N കിട്ടി അല്ലെ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. 17,900 ഡിവൈഡഡ് ബൈ 50 ചെയ്യുക. 0 ക്യാൻസൽ. ആൻസർ എത്ര വരും? ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എത്ര കിട്ടുക? കുറച്ച് വലിയ വാല്യൂ തന്നെ കിട്ടും അല്ലെ. കാരണം എന്താ, ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നതേ വലിയ വാല്യൂ. സോ നമുക്കൊരു വലിയ വാല്യൂ കിട്ടും. 358 എന്ന് കിട്ടും. 358 അതായിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. 358 ആയിരിക്കും എന്ത് കിട്ടുക? നമ്മുടെ X ബാർ കിട്ടുക. ഇനി നമുക്ക് എന്ത് വേണം? XI മൈനസ് X ബാറിന്റെ മോഡ് കണ്ടുപിടിക്കണം. ലാസ്റ്റ് FI × XI മൈനസ് X ബാറും കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ. XI മൈനസ് X ബാറിന്റെ മോഡും FI × XI മൈനസ് X ബാറിന്റെ മോഡും കണ്ടുപിടിക്കാലോ. അപ്പൊ എന്ത് ചെയ്യുക? XI-യിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക അല്ലെ. മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ നമുക്ക് 308 കിട്ടും അല്ലെ. മൈനസ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. മോഡ് എടുക്കുന്നതുകൊണ്ട് പ്ലസ് ആകും. ഇനി 150 എന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വരും? ഇവിടെ നമുക്ക് 150, 208 വരും. അടുത്തത് 250 എന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 108 വരും. 350 എന്ന് കുറച്ചാൽ വെറും 8 വരും.
450 കുറച്ചാല് എത്ര വരും? 450 കുറയ്ക്കുമ്പം 92 വരും. 92. 550 ആകുമ്പോ അത് 102. 102 അല്ലല്ലോ, 192 വരും. 192, 292, 392 ഇത്ര വരയ്ക്കും വരുന്നത്. ഇനി എന്ത് ചെയ്യുക? ഈ കിട്ടിയ വാല്യൂസിനെ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഏതൊക്കെ? ഈ മൂന്നാമത്തെ കോളവും ഇപ്പൊ കിട്ടിയ അഞ്ചാമത്തെ കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും എന്താന്ന് പറയുന്നത്? fi ഇൻറ്റു മോഡ് ഓഫ് xi മൈനസ് എക്സ് ബാർ എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വലിയ വലിയ ആൻസറുകളൊക്കെ കിട്ടും. 1232 ഫസ്റ്റ് വൺ കിട്ടും. രണ്ടാമത് ചെയ്യുമ്പോൾ എത്ര? 8 ഗുണം 208 ചെയ്യണം അല്ലെ? എട്ട് 9 10 7 5 4 3 അല്ലെ? അതല്ലേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ? തന്നിട്ടുള്ള വാല്യൂസ് അതായിരുന്നു. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാ വരിക? അടുത്തത് 1664 വരും. പിന്നെ അടുത്ത എത്ര വരും? 972, 80, 644, 964, 960, 1168. പിന്നെ ലാസ്റ്റത്തെ എന്ത് വരും? 1176 വരും. 1176 വരും. അതിൽ നിന്ന് നമുക്ക് സം എന്ത് കിട്ടും? സമേഷൻ fi ഇൻറ്റു xi മൈനസ് എക്സ് ബാർ എന്നുള്ള ആൻസർ എത്ര ആയിരിക്കും കിട്ടുക? ഇത് ഇത്രയും ചെയ്തിട്ട് ഇത് സം ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടുക? 7896 എന്നൊരു സംഖ്യ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക, എല്ലാം കൂടെ സം ചെയ്യുമ്പോൾ അല്ലെ? അതെല്ലാം കൂടെ സം ചെയ്ത് വരുമ്പോൾ എന്ത് കിട്ടും? 7896 എന്നൊരു ആൻസർ കിട്ടും. നിങ്ങൾ ഇതെല്ലാം ചെയ്തു നോക്കുക. ഇതൊക്കെ ചെയ്തു നോക്കിയിട്ട് കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസറുകളൊക്കെ കിട്ടുന്നില്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയുക കേട്ടോ. കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എങ്ങനെ വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് മീൻ അല്ലെ? മീൻ എന്ത് ചെയ്യണം? മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ കണ്ടുപിടിക്കണം. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ കണ്ടുപിടിക്കാലോ. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എന്ത് വരും? നമുക്ക് സമേഷൻ fi ഇൻറ്റു xi മൈനസ് എക്സ് ബാർ അതിന്റെ മോഡ് ഡിവൈഡഡ് ബൈ n ആയിരുന്നു. ആൻസർ എന്ത് വരും? 7896 ബൈ n എന്ന് പറയുന്നത് 50 ആയിരുന്നു. ആൻസർ ചെയ്യുമ്പോൾ കുറെ പോയിന്റ് ഒക്കെ ഉള്ള ഒരു വാല്യൂ കിട്ടും. 157.9 എന്നൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. 157.9 എന്നൊരു വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ ആണ് ഈ പ്രോബ്ലം ചെയ്തത്? ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ് ചെയ്തത്. ചെയ്തു വന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? മീൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതിയായിരുന്നു? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആവശ്യമില്ല. മീഡിയന്റെ കേസിലാണ് നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കേണ്ട ആവശ്യമുള്ളൂ. നേരത്തെ പറഞ്ഞ വലിയ ഇക്വേഷൻ L പ്ലസ് എന്നൊക്കെയുള്ള ഇക്വേഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെ? L+n/2 മൈനസ് സി ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു എച്ച് ഒക്കെ ചെയ്യണമായിരുന്നു അല്ലെ? അതിൽ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ഒക്കെ എടുക്കണം. ഇവിടെ അതൊന്നും വേണ്ട. പകരം എന്ത് ചെയ്യുക? ഈ വാല്യൂ തമ്മിൽ പ്ലസ് ചെയ്ത് ബൈ 2 ചെയ്ത് എന്ത് ചെയ്യുക? xi കണ്ടുപിടിക്കുക. fi തന്നിട്ടുണ്ട്. fi xi എന്നുള്ള കോളം എഴുതുക. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? മീൻ കിട്ടും. ആ കിട്ടുന്ന മീൻ എന്ത് ചെയ്യുക? ഈ xi വാല്യൂസിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തത് അതിന്റെ മോഡ് എന്നുള്ള ഒരു കോളം കിട്ടും. ആ കിട്ടുന്നതിന്റെ കൂടെ എന്ത് ചെയ്യുക? ഈ fi എന്നുള്ള മൂന്നാമത്തെ കോളം മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് സമ്മ് കിട്ടുക അല്ലെ? ആ കിട്ടുന്നതിന്റെ സം എത്രയാണോ ആ സം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ n ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് ഇത്രയും നിങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോന്നൊക്കെ ഒന്ന് നോക്കുക. അത്യാവശ്യം ചെയ്തു വരുമ്പോൾ ഈ നമ്പേഴ്സ് ഒക്കെ വലിയ വലിയ നമ്പേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കാൽക്കുലേറ്റർ കയ്യിലുള്ളതാണ്. എക്സാമിനെല്ലാം പോകുമ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ വരുന്നില്ല അല്ലെ? ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുത്ത് ചെയ്താൽ മതി. അതുകൊണ്ട് ചെയ്ത് നോക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അത്യാവശ്യം എളുപ്പത്തിൽ തന്നെ ചെയ്തു തീർക്കാൻ പറ്റും. ഒരുപാട് ടെൻസ്ഡ് ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഇതുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താ? ഫൈൻഡ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ തന്നെയാണ് അടുത്ത വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഫൈൻഡ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ.
ഇത് ചെയ്തു വരുമ്പോൾ എന്തായിരിക്കും? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഹൈറ്റും നമ്പർ ഓഫ് ബോയ്സ്, കുറച്ച് ആൺകുട്ടികളുടെ ഹൈറ്റ് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. 95 തൊട്ട് 105 വരെയുള്ള കുട്ടികളുടെ ഹൈറ്റ് അല്ലെ, അത്രയും ഹൈറ്റ് വരുന്ന 95 തൊട്ട് 105 വരെ ഹൈറ്റ് വരുന്ന കുട്ടികൾ, അവരുടെ എണ്ണം എത്രയാണ് പറയുന്നത്? 9 ആണ്. ഇനി അടുത്തത് പറയുന്നത് 105 തൊട്ട് 115 വരെ അല്ലെ, 105 പിന്നെ അടുത്ത പിന്നെ 105 സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. തന്നിട്ടുള്ള ഈ ഇന്റർവെൽസ് എല്ലാം കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അത് പറയാനുള്ള കാരണം വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? 95ഉം 105ഉം അല്ലെ. അത് കഴിഞ്ഞിട്ട് 105 to 115 എന്നാ വന്നത് അല്ലെ. അടുത്തത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ 105 to 115 എന്ന് വന്നു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അത് കണ്ടിന്യൂസ് ആണ് അല്ലെ. ഇവിടെ തീർന്നത് ഏതാണോ ആ തീർന്ന വാല്യൂ ഇവിടെ തുടങ്ങി, അടുത്തത് തീർന്നത് എവിടെയാണോ അവിടെ തുടങ്ങി. അങ്ങനെ കണ്ടിന്യൂസ് പൊക്കോണ്ടിരിക്കും. അല്ലാതെ ഇവിടെ നിർത്തിയിട്ട് അടുത്തത് ഇവിടെ 106 നിന്ന് തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അത് കണ്ടിന്യൂസ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിൽ വേരിയേഷൻസ് നമ്മൾ വരുത്തേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യണം? അത് കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇനി അതിനനുസരിച്ചുള്ള നമ്പർ ഓഫ് ബോയ്സിന്റെ എണ്ണം, ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, നമ്മൾ എന്ത് ഇക്വേഷൻസ് എഴുതിയിട്ട് അതനുസരിച്ച് ആൻസർ ചെയ്യുക. നമുക്ക് ചെയ്യാമല്ലോ. കണ്ടുപിടിക്കേണ്ടത് മീൻ ആണ്. മീൻ എക്സ് ബാർ എന്നുള്ളത് കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. സമ്മേഷൻ FI/XI/N ആണ് ചെയ്യുക. ഇനി അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് വാല്യൂ കിട്ടണം അല്ലെ. അതിന് എന്തൊക്കെയാ തന്നേക്കുന്നത്? ഫസ്റ്റ് നമുക്ക് ഹൈറ്റിന്റെ ഒരു കോളം തന്നിട്ടുണ്ട്. വേണമെങ്കിൽ ആ ഹൈറ്റിന്റെ കോളം എഴുതിയാൽ മതി. അത് എഴുതാത്തവർക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു പോകാൻ പറ്റും? നിങ്ങൾക്ക് ആ വാല്യൂസ് XI വാല്യൂസ് എഴുതി തന്നെ ചെയ്തു പോകാൻ പറ്റും. അങ്ങനെയാണ് ചെയ്യാൻ താല്പര്യമുള്ളതെങ്കിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നാൽ മതി. അല്ലാതെ ഈ ഹൈറ്റ് എന്നുള്ളത് എടുത്തെഴുതണം എന്നില്ല. ഇനി XIയിൽ തുടങ്ങി പോകുന്നവരാണെങ്കിൽ അത് തന്നെ എഴുതി പോകുക. XI/FI. ഇനി XI/FI കിട്ടിക്കഴിഞ്ഞിട്ട് മീൻ കിട്ടും. മീൻ കിട്ടിയാൽ എന്ത് കണ്ടുപിടിക്കണം? XI-X മോഡ് കിട്ടണം. ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക? ഫസ്റ്റ് XI-X കണ്ടുപിടിച്ചതിന് ശേഷം അടുത്തത് XI-X മോഡ് എന്നൊരു കോളം ക്രിയേറ്റ് ചെയ്യുക. XI-X മോഡ്. ഇത്രയായിരിക്കും നമുക്ക് വേണ്ടത് അല്ലെ. ഇത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതിനെന്ത് ചെയ്യുക? ഇനി XI വാല്യൂസ് ഒക്കെ കണ്ടുപിടിച്ചൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 95 തൊട്ട് 105 വരെ അത് സം ചെയ്യുക. സം ചെയ്തപ്പോ എത്ര വന്നു? 200. 200ൽ നിന്ന് കുറച്ചപ്പോ എത്ര കിട്ടി നമുക്ക്? 100 ഡിവൈഡഡ് ബൈ 2 ചെയ്തപ്പോൾ 100 കിട്ടും. ഇനി അടുത്തത് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 120 കിട്ടും അല്ലെ. 120 കിട്ടിയാൽ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ അതെന്താ? 220. 220നെ ഡിവൈഡ് ചെയ്താൽ 110 കിട്ടും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അല്ലെ 110 കിട്ടും. ഇനി അടുത്തത് നമ്മൾ കൂട്ടി 115ഉം 125ഉം കൂട്ടിക്കഴിഞ്ഞാൽ 140 കിട്ടും. 240 കിട്ടും. 240 കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 120. അങ്ങനെ മുന്നോട്ടേക്ക് പോകും. അപ്പൊ എത്ര വരും? 140, 150 അല്ലെ. 145നും 155നും ഇടയ്ക്കാ വരേണ്ടത്. സോ എത്ര വരെ വന്നു? 150 വരെ ആയിരിക്കും അതിന്റെ ആൻസർ കിട്ടുന്നത്. ഇനി FI വാല്യൂസ് എന്താ നമുക്ക് തന്നിട്ടുണ്ടല്ലേ, അത് നമുക്ക് എടുത്തെഴുതാലോ. 9, 13, 26, 30, 12, 10 വാല്യൂസ് നമുക്ക് എടുത്തെഴുതാലോ ഇല്ലേ. നമുക്കത് എടുത്തെഴുതാം. ഓക്കെ, നമ്മുടെ FI വാല്യൂസ് എടുത്തെഴുതി. ഇനി എന്ത് ചെയ്യുക? XI/FI ആണ് നമുക്ക് വേണ്ടത്. എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാമല്ലോ. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസറുകൾ എഴുതാം അല്ലെ. 110നെ 13 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരും? നമുക്ക് 11 ഗുണം 13 ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിന്റെ കൂടെ 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ആൻസർ എത്ര വരും? 143. അതിന്റെ കൂടെ 0 വരും. 120 × 26 എത്ര വരും? 3120 കിട്ടും. 3120. അടുത്തത് ഇതെത്ര വരും? 26. 2600 കിട്ടും. അല്ലല്ലോ, 3 × 3 9 അല്ലേ വരുന്നേ? 9 ആണ് വരുന്നത്. അപ്പൊ എത്ര വരും? 3900 കിട്ടും. ഇനി 140 ഗുണം 12 എത്ര കിട്ടും? 1680 കിട്ടും. ഇനി ലാസ്റ്റ് വൺ 150, അതെത്ര കിട്ടും? 1500 എന്ന് ആൻസർ കിട്ടും. ഇത്ര വരെ കിട്ടുമല്ലോ. ഇത് ഇത്രയും ആൻസർ കിട്ടിയേക്കുന്നതൊക്കെ കറക്റ്റ് ആണോ? എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടുപിടിക്കുക. അതൊക്കെ
നിങ്ങളുടെ ബുദ്ധി വികസിച്ചു എന്നുള്ളതിന്റെ സിമ്പിളാണ് നിങ്ങൾ ആൻസറുകളൊക്കെ ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ളത് നിങ്ങളായിട്ട് കണ്ടെത്തുന്നത്. സോ എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൻസർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അടുത്ത എന്ത് കിട്ടണം? xi മൈനസ് എക്സ് ബാർ. അത് കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ ആദ്യം എക്സ് ബാർ കിട്ടണം അല്ലെ. ഇപ്പൊ നമുക്ക് കിട്ടിയത് ഇതിന്റെ സം ആവശ്യമുണ്ട്. അതിന്റെ സമ്മ് നമുക്ക് എത്ര ആയിരിക്കും കിട്ടുക? അതിന്റെ സമ്മ് ചെയ്തു വരുമ്പോഴത്തേക്ക് 12,530 എന്നായിരിക്കും അതിന്റെ ആൻസർ കിട്ടുക. 12,530. അങ്ങനെയെങ്കിൽ ഇവിടെ ഇത് സം ചെയ്ത് നമുക്ക് n ആവശ്യമുണ്ടല്ലേ. n എത്രയായിരിക്കും വരിക? നമുക്ക് ഇത് സം ചെയ്തിട്ടുണ്ടെങ്കിൽ n എത്ര വരും? n കിട്ടുന്നത് 100 എന്നായിരിക്കും. ആയിരിക്കുമോ? എന്നിന്റെ വാല്യൂ കിട്ടുന്നത് 100 ആയിരിക്കും. എല്ലാം കൂടെ സം ചെയ്ത് വരുമ്പോഴത്തേക്ക് 9, 13, 26, 30, 12, 10 ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 100 എന്നായിരിക്കും ആൻസർ കിട്ടുക. ഇനി എന്ത് ചെയ്യുക? അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ചെയ്ത് കൊടുത്താൽ ഓരോ 0 ക്യാൻസൽ ആയി ബാക്കി എന്ത് വരും? 125.3 എന്നായിരിക്കും നമ്മുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. 125.3 കിട്ടും. കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇനി നമുക്ക് xi മൈനസ് എക്സ് ബാർ കിട്ടുമല്ലോ. ഇത് ചെയ്തു വരുമ്പോൾ എന്ത് വരും? 25.3 കിട്ടും. 110 കുറയ്ക്കുമ്പോൾ എത്ര വരും? 15.3 ആകും. 120 കുറയ്ക്കുമ്പോഴത്തേക്ക് എത്ര വരും? 5.3 ആകും അല്ലെ. ഇനി 130 കുറയ്ക്കുമ്പോഴോ അവിടെ നമുക്ക് 4.7 ആയിരിക്കും കിട്ടുന്നത് അല്ലെ. 4.7. അടുത്തത് 14.7 ആൻഡ് 24.7 എന്നായിരിക്കും കിട്ടുന്നത്. ഇത്ര വരയ്ക്കും എന്ത് കിട്ടുക? നമുക്കത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത്. എങ്ങനെ? xi മൈനസ് ഈ കിട്ടിയ എക്സ് ബാർ ചെയ്യുക അല്ലെ. ഏതൊക്കെ ചെയ്യണം? xi 100 മൈനസ് 125.3 ചെയ്തു. അതിന്റെ മോഡ് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് അല്ലെ. മൈനസ് വാല്യൂ ആണ്. ഈ -25.3 ആയിരുന്നു. അതെങ്ങനെയാണ് പ്ലസ് ആയത്? അത് പ്ലസ് ആവാനുള്ള കാരണം നമ്മള് അതിന്റെ മോഡ് എടുത്തത് കൊണ്ടാണ്. ഇനി എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാലോ fi-യും xi-യും കൂടെ. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എന്ത് വരും? 227. 198.9 കിട്ടും. അടുത്തത് 137.8 കിട്ടും. നെക്സ്റ്റ് 141 കിട്ടും. 176.4 ആൻഡ് ഫൈനലി എന്ത് കിട്ടും? 247 കിട്ടും. 247. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? സമേഷൻ fi ഇൻറ്റു xi മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കണം അല്ലെ. അതായിരിക്കും കിട്ടേണ്ടത്. ഈ വാല്യൂസ് ഒക്കെ നിങ്ങൾ വീണ്ടും ചെയ്തു നോക്കുക. ഇതുപോലെ പകർത്തി വെക്കരുത്. ഇത് നിങ്ങൾ കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചെയ്തു നോക്കുക. ചെയ്തു നോക്കി ആൻസറുകൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലിയർ ചെയ്യുക. ഓക്കെ, എന്നിട്ടേ നിങ്ങൾ ചെയ്തു പോകാവുള്ളൂ. അല്ലാതെ ആൻസർ മാത്രം വെറുതെ പറക്കി എഴുതി വെക്കരുത്. ഓക്കെ, ഇത് ചെയ്തു വരുമ്പോൾ അതിന്റെ സമ്മ് കിട്ടുന്നത് 1128.8 ആണ്. 1128.8 എന്നായിരിക്കും ഉത്തരം കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എന്നുള്ളത് ചെയ്തു വരുമ്പം സമേഷൻ fi ഇൻറ്റു xi മൈനസ് എക്സ് ബാർ ആണ് ഇക്വേഷൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതിന്റെ മോഡാണെന്നും ബൈ n ആണെന്നും പറഞ്ഞു. അങ്ങനെയെങ്കിൽ വാല്യൂസ് ഇടാലോ. 1128.8 ഡിവൈഡഡ് ബൈ 100 ആണ് വരിക. ഇത് ചെയ്തു വരുമ്പോൾ ആൻസർ എന്ത് വരും? 11.288. അതിനെ 11.29 എന്ന് എഴുതാം അല്ലെ. 28 എന്ന് തന്നെ എഴുതി വെച്ചാലും മതി. 11.288. കാരണം എന്താ? ഇവിടെ 2 0 എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് മാറ്റി കൊടുത്തു അല്ലെ. പോയിന്റുകൾ മാറ്റി കൊടുത്തു. 2 0 ആയതുകൊണ്ട് അത് മാറ്റി കൊടുക്കുമ്പോൾ 11.288 എന്ന് ആൻസർ കിട്ടും. ഇത്ര വരയ്ക്കും എന്ത് കിട്ടുക? നമുക്ക് ചെയ്തിട്ട് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എന്നുള്ളതിന്റെ ആൻസർ കിട്ടുക. ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം അല്ലെ. ഇനി ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം നമുക്ക്. ഇതുപോലെ സെയിം തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതിലെന്തായി? എബൌട്ട് മീഡിയൻ ആണ് ക്വസ്റ്റ്യൻ വരുന്നത്. മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ. ഇത്ര നേരം നമ്മൾ ചെയ്ത പ്രോബ്ലംസ് ഒക്കെ എന്തായിരുന്നു? മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആയിരുന്നു 2 പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ആദ്യം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഒക്കെ എഴുതി ഒന്ന് തെറ്റിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എഴുതി തെറ്റിച്ച് വന്നപ്പോഴാണ് എനിക്ക് ബോധം ഉണ്ടായത് എന്ത്? അവിടെ മീഡിയൻ അല്ലാത്തത് കൊണ്ട് നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വേണ്ട എന്നുള്ളത് അല്ലെ. സോ നിങ്ങൾ എന്ത് ചെയ്യുക? അതൊന്ന് ഓർത്തിരിക്കുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ടത് മീഡിയന്റെ കേസിൽ മാത്രമാണ്.
അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? മീഡിയന്റെ ഇക്വേഷൻ അല്ലെ, മീഡിയൻ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു. L പ്ലസ് n/2 മൈനസ് C ഡിവൈഡഡ് ബൈ F ഇൻറ്റു H എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇതില് ലോവർ ലിമിറ്റ് വേണം, n അറിയായിരിക്കും, നമ്മുടെ ഇതിൽ നിന്ന് കണ്ടുപിടിക്കും നമ്മള്. പിന്നെ C കണ്ടുപിടിക്കണം അല്ലെ. നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസി ഏതാണോ നമുക്ക് കിട്ടുന്ന മീഡിയൻ ക്ലാസ്, അതിന്റെ ഒരു പ്രിസീഡിങ് ആയിട്ടുള്ള വാല്യൂ വരുന്നതായിരിക്കും എന്ത്? C എന്ന് പറയുന്നത്. F എന്ന് പറഞ്ഞാൽ വരുന്ന മീഡിയൻ ക്ലാസിന്റെ കറക്റ്റ് ആയിട്ട് വരുന്ന ഏതാണോ അതായിരിക്കും F എന്ന് പറയുന്നത്. ഇത്ര ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഒക്കെ എഴുതാം അല്ലെ. XI എഴുതണം, FI എഴുതണം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ കോളം എഴുതണം. ഇവിടെ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? FI XI എന്നുള്ള വാല്യൂന്റെ ആവശ്യം ഇല്ല. അതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മീഡിയൻ വന്നപ്പോൾ CF കണ്ടുപിടിക്കുന്നതും ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വെച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ ചെയ്യാൻ പോകുന്നതും. ഓക്കെ അല്ലേ? അടുത്തത് എന്ത് ചെയ്യണം? പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? XI മൈനസ് M അല്ലെ, X ബാർ അല്ല M ആയിരിക്കും വരുന്നത്. കാരണം ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? മീഡിയൻ ആണല്ലേ. സോ നമുക്ക് എന്ത് മതി? XI മൈനസ് എമ്മിന്റെ മോഡാണ് വേണ്ടത്. പിന്നെ വേണ്ട എന്താ? FI ഇൻറ്റു XI മൈനസ് എമ്മിന്റെ മോഡ്. ഇത്രയായിരിക്കും വേണ്ടത്. അത് നമ്മുടെ തരുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറ്റിക്കൊള്ളണം. നമുക്ക് തരുന്ന മീൻ ആണെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ചെയ്തു പോവുക, FI XI കണ്ടുപിടിച്ച് ചെയ്തു പോവുക. മീഡിയൻ ആവുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യുക? XI മൈനസ് M ആണ് വേണ്ടത്. സോ M എന്ന് പറയുന്നത് മീഡിയൻ ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതിലാണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് XI വാല്യൂസ് കിട്ടും അല്ലെ. എത്രയായിരിക്കും? 5, 15, 25, 35, 45, 55 ഇത്ര വരെ ആയിരിക്കും വരിക. എങ്ങനെ കിട്ടിയത്? ഇതില് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും പ്ലസ് ചെയ്ത് ബൈ 2 ചെയ്യുക അല്ലെ. 10/2 5 കിട്ടും. 10 + 20 30/2 എത്ര കിട്ടും? 15 കിട്ടും. 20 + 30 വന്നാൽ 50 കിട്ടും. 50/2 ചെയ്താൽ 25 കിട്ടും. 30 + 40 എന്ന് പറയുന്നത് 70 കിട്ടും. 70/2 ചെയ്താൽ 35 കിട്ടും. അങ്ങനെ എന്ത് ചെയ്യുക? നമ്മൾ ലാസ്റ്റ് വരെ അങ്ങനെ 55 വരെ നമുക്ക് കിട്ടി. ഇനി നമ്മുടെ F എന്താണെന്നുള്ളത് നമുക്ക് അറിയാം. ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെല്ലാം എടുത്തെഴുതുക. 6, 7, 15, 16, 4, 2 വാല്യൂസിനെ നമ്മൾ എടുത്തെഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? എല്ലാം നമ്മൾ പിറക്കി എഴുതി. ഇനി നമുക്ക് വേണ്ട എന്താ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അല്ലെ. എന്താ ചെയ്തിട്ടുള്ളത്? ഇതെല്ലാം പ്ലസ് ചെയ്തിട്ട് പിറക്കി എഴുതുക അല്ലെ. ആദ്യത്തെ വാല്യൂ അതുപോലെ എഴുതി, പിന്നെയുള്ളത് പ്ലസ് ചെയ്യുക അല്ലെ. പ്ലസ് ചെയ്തിട്ട് ആൻസർ എഴുതുക. എന്ത് ചെയ്യും? ഇവിടെ വന്നപ്പോൾ 44 വരും, 48 വരും, 50 വരും അല്ലെ. അപ്പൊ നമ്മുടെ N എന്ന് പറയുന്നത് എത്ര കിട്ടി? 50 കിട്ടി. ഇവിടെ ചെയ്യാനുള്ള N കിട്ടിയല്ലേ. N 50 കിട്ടി. ഇനി അടുത്തത് എന്ത് ചെയ്യണം? നമുക്ക് M കിട്ടണം. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് നമ്മുടെ മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം അല്ലെ. മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്? മീഡിയൻ ക്ലാസ് കിട്ടണമെങ്കിൽ നമ്മൾ n/2 അല്ലെങ്കിൽ n/2 + 1th ഒബ്സർവേഷന്റെ സം ഡിവൈഡഡ് ബൈ 2 ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പറഞ്ഞിട്ടില്ലായിരുന്നോ? അപ്പൊ എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് n/2th ഒബ്സർവേഷൻ നോക്കുക അല്ലെ. n/2th ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരിക? n എത്രയാണ് വരുന്നത്? 50 ആണ് വരുന്നത് അല്ലെ. 50/2 അതെത്രയാ വരുന്നത്? 25th ആണ് വരും അല്ലെ. 25th എന്ന് പറഞ്ഞാല് ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഇനി നമ്മൾ നോക്കേണ്ടത് എവിടാണ്? n/2 എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 25th എന്നാ പറഞ്ഞ അല്ലെ. ആ 25th നമുക്ക് ഇവിടെ എവിടെയാണ് വരുന്നത്? ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ 13 കഴിഞ്ഞ് 28ന്റെ ഇടയ്ക്കാണ് വരിക. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ ഏതെടുക്കണം? നമുക്ക് 13 എടുക്കാൻ പറ്റുമോ? ഇല്ല. അതിന്റെ അടുത്ത് വരുന്ന വാല്യൂ എന്നാ നമ്മൾ പറയുക. സോ നമുക്ക് എത്ര ആയിരിക്കും വരിക? 28 ആയിരിക്കും നമ്മുടെ ഏതെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയത് മീഡിയൻ ക്ലാസ് എന്നുള്ളത് 28 ഫ്രീക്വൻസി CF വരുന്നതാണ് കിട്ടി. അങ്ങനെയെങ്കിൽ നമ്മുടെ മീഡിയൻ ക്ലാസ് ഏതായിരിക്കും? നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് ഏത് വരും? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതായിരിക്കും അല്ലെ. ഏതായിരുന്നു? 25 വന്നത് എവിടെയാണ്? 20 to 30യുടെ ഇടയ്ക്കാണ് അല്ലെ. മൂന്നാമത് വരുന്നത് അത് ഏതാണ്? 20 to 30 ആണ്. അപ്പൊ നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് 20 to 30 ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ലോവർ ലിമിറ്റ് നമുക്ക് എത്ര എടുക്കാൻ പറ്റും? L എന്ന് പറയുന്നത് എത്ര കിട്ടും? L എന്ന് പറയുന്നത് 20 ആയിരിക്കും കിട്ടുന്നത്.
ഇനി നമ്മളെടുത്ത സി ഏതായിരുന്നു? സി എഫ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? സിയുടെ വാല്യൂ 28 എടുക്കാം അല്ലെ. ഇനി എഫ് കിട്ടണം. എഫ് എന്താണ്? അതിന് കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ ഏതാണ്? ഇവിടെ എത്ര ആണ്? 15 ആണ് വരുന്നത് അല്ലെ. സോ അതിന് കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ ഏതാണ്? അതായിരിക്കണം നമ്മൾ അവിടെ എടുക്കേണ്ടത്. അപ്പൊ എന്ത് വരും? 15 ആണ് വരുന്നത്. 28 എടുത്തത് മീഡിയം ക്ലാസ് എടുക്കാനാണ്. സി വരുന്നത് വ്യത്യാസമുണ്ട്. സി ആ 28 തന്നെയല്ല വരുന്നത്. സി എടുക്കുമ്പോൾ നമ്മള് സി എന്ന് പറയുന്നത് അതിന്റെ പ്രിസീഡിങ് വാല്യൂ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ പ്രിസീഡിങ് വാല്യൂ എടുക്കണം. അപ്പൊ എത്ര വരിക? 13 ആയിരിക്കും വരിക. അതിനെക്കാട്ടിലും പുറകിൽ വരുന്ന ഒരു വാല്യൂ ആയിരിക്കും വരിക. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ മുകളിൽ വരുന്നത്. സോ ഏതാ? 13. അപ്പൊ സി എന്ന് പറയുന്നത് 13 ആണ്. എഫ് ആണ് എന്ത് വരിക? 15 വരിക. 28ന്റെ ആവശ്യമില്ല. 28 എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടുപിടിച്ചത്? ഈ ഒരു മീഡിയം ക്ലാസ് കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു 28 എന്നുള്ള വാല്യൂ ഉണ്ടായിരുന്നത്. സോ ഇനി ഇതിൽ ഏതാ വേണ്ടത്? എച്ച് വേണം അല്ലെ. എച്ച് എന്ന് പറയുന്നത് എന്താന്നാ പറഞ്ഞത്? ക്ലാസ് ഇന്റർവൽ ആണ്. ക്ലാസ് ഇന്റർവൽ എന്നുള്ളത് ഇവിടെ തന്നേക്കുന്നത് എത്രയാണ് നമുക്ക്? 0 to 10, 10 to 20. അപ്പൊ എത്ര വരും? 10 ആണ് വരുന്നത് അല്ലെ. 10 അല്ലേ അതിന്റെ ഡിഫറൻസ്? 10 കൂടുമ്പോഴല്ലേ ഇങ്ങനെ പോകുന്നത്. 10ന്റെ കൂടെ 10 കൂടി 20, 20ന്റെ കൂടെ 10 കൂടി 30, 30ന്റെ കൂടെ 10 കൂടി 40. അപ്പൊ ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 10 ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മീഡിയൻ കണ്ടുപിടിക്കാം അല്ലെ. എല്ലുണ്ട്, എൻ അറിയാം. എൻ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ് 50 ആണെന്ന് അല്ലെ. n 50 ആണെന്ന് അറിയാം. അങ്ങനെയെങ്കിൽ എന്ത് വരും? നമുക്ക് എല്ലിന് 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലസ് 50/2 മൈനസ് 13 ഡിവൈഡഡ് ബൈ എഫ് എത്ര നമ്മൾ എടുത്തത്? 15 ആണ്. 15 into 10 ചെയ്യുക. ഇനി ഇത് ചെയ്ത് വരുമ്പോൾ എന്ത് വരും? 20 പ്ലസ് 50. ഇത് 25 വരും അല്ലെ. 50/2 25 മൈനസ് 13/15 into 10 വരും. അടുത്ത സ്റ്റെപ്പില് 20 പ്ലസ് 25 മൈനസ് 13 12 വരും. 12/15 into 10 വരും. ഇതിനെ ക്യാൻസൽ ചെയ്താൽ എന്ത് വരും? 3ഉം ഇവിടെ 2ഉം വരും. ഇതിനെ പിന്നെയും ക്യാൻസൽ ചെയ്താൽ ഇവിടെ എത്ര വരും? 4 വരും അല്ലെ. അപ്പൊ എത്ര വന്നു? 4 into 2 8 വന്നു. അപ്പൊ 20 പ്ലസ് 8 എന്ന് കിട്ടും. 28 ആയിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ മീഡിയൻ കിട്ടുന്നതും 28 തന്നെ ആയിരിക്കും. ഓക്കെ, അവിടെ മീഡിയൻ കിട്ടുന്നത് 28 തന്നെ ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ ആണോ? ഇത് ഇത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ എന്താ വന്നത്? എം കണ്ടുപിടിച്ചു. 20 പ്ലസ് 50/2 മൈനസ് 13/15 into 10 ആണ്. അത് ചെയ്തു വരുമ്പോൾ എന്ത് വരും? 20 പ്ലസ് 25 മൈനസ് 13/15 കിട്ടും into 10. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? അടുത്ത സ്റ്റെപ്പ് വരുമ്പോഴത്തേക്ക് അതിനെ 25 മൈനസ് 13 ചെയ്യുക. അപ്പൊ എത്ര കിട്ടുക? 20 പ്ലസ് 12/15 into 10 കിട്ടി. ഇത് ക്യാൻസൽ ചെയ്തപ്പോ 3ഉം 2ഉം കിട്ടി. ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്താൽ ഇവിടെ 4ഉം ഇവിടെ 1ഉം വരും. ഇനി 4 into 2 ഉണ്ട്. അപ്പൊ എത്ര വരും? 20 പ്ലസ് 8 കിട്ടും. 28 എന്ന് കിട്ടും. ഇതാണ് പറഞ്ഞു നിർത്തിയത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെയാണോ? 28 ആയിരിക്കും നമ്മുടെ മീഡിയൻ വാല്യൂ കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലെ. xi മൈനസ് നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന്റെ മോഡ് കണ്ടുപിടിക്കുക അല്ലെ. അതിന്റെ മോഡ് കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കുമ്പോഴായിരിക്കും എന്ത് കിട്ടുന്നത് നമുക്ക്? നമ്മുടെ xi മൈനസ് എം കിട്ടുള്ളൂ. അതെത്ര വരും? 23 വരും. അടുത്തത് 15 മൈനസ് 28 ചെയ്താല് അവിടെ നമുക്ക് എത്ര കിട്ടും? 13 കിട്ടും. 25 മൈനസ് ആകുമ്പോഴോ 3 കിട്ടും. 35 മൈനസ് ആകുമ്പോ എത്ര കിട്ടും? 8ഉം 7ഉം. അപ്പൊ 7 വരും. 7 17 27 എന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക? ഇതിനെ FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ എഴുതുക. ആൻസർ എഴുതുമ്പോൾ എന്ത് വരും? 136 കിട്ടും. അല്ല 138 കിട്ടും അല്ലെ. 138 കിട്ടും. അടുത്തത് 7 into 13 ചെയ്യുമ്പോഴത്തേക്ക് 91 കിട്ടും. 15 into 3 ചെയ്യുമ്പോൾ 45 കിട്ടും. 16 into 7 ചെയ്യുക. 7 ചെയ്യുമ്പോഴത്തേക്കും 112 കിട്ടും
അല്ലെ 112 അല്ലേ, 112 കിട്ടും. അടുത്തത് എന്ത് കിട്ടും? 4 × 17 ചെയ്യുമ്പോഴത്തേക്ക് 68 കിട്ടും. 2 × 27 എന്ന് പറഞ്ഞാല് 54 കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ എല്ലാം സം എടുക്കുക അല്ലെ. അതാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അടുത്ത നമുക്ക് വേണ്ട എന്താണ്? സം ആണ് കിട്ടേണ്ടത് അല്ലെ. സം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? അതിനെ ഡിവൈഡഡ് ബൈ n ചെയ്യുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ മീൻ ഡീവിയേഷൻ അല്ലെ. ഇപ്പൊ കിട്ടിയ എന്താണ്? മീൻ ഡീവിയേഷൻ എബൌട്ട് എം ആ കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലെ. നമുക്ക് കിട്ടാൻ പോകുന്നത് മീൻ ഡീവിയേഷൻ എബൌട്ട് എം ആണ്. അതിന്റെ ഇക്വേഷൻ എഴുതുക. സമ്മേഷൻ fi ഇൻറ്റു xi മൈനസ് എമ്മിന്റെ മോഡ് ഡിവൈഡഡ് ബൈ n ആണ് അല്ലെ. n നമുക്കറിയാം 50 ആണെന്ന്. മോളിൽ നമ്മൾ സം ചെയ്ത് കിട്ടുന്ന ആൻസർ, സം ചെയ്ത് എത്രയാണ് ആൻസർ കിട്ടുക? ഇതിന്റെ സം ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് 508 എന്ന് പറയുന്നത്. ആൻസർ 10.16. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ. എന്ത്? നമ്മുടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എന്നുള്ളത് കിട്ടുന്നത് 10.16 ആയിരിക്കും. ഓക്കെ അല്ലേ? നമുക്ക് കിട്ടിയ വാല്യൂസ് ഒക്കെ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം അതിൽ ആ മീഡിയൻ കിട്ടുന്നത് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. അത് ചെയ്തു വരുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക എന്താ ചെയ്തെന്നുള്ളത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? മീഡിയൻ ക്ലാസ് കിട്ടാൻ വേണ്ടി n/2 ഒബ്സർവേഷൻ എടുത്തിട്ട് അതെന്ത് ചെയ്തു? ആ ഒബ്സർവേഷൻ വരുന്ന ക്ലാസ് ഏതാണെന്ന് നോക്കി. അപ്പൊ നമുക്ക് 20 to 30 ആണെന്ന് കിട്ടി. അതിന്റെ ലോവർ ലിമിറ്റ് എടുത്തു. അതിനനുസരിച്ചുള്ള സി വാല്യൂ വരുന്നത് മുകളിലത്തെ ആണെന്നെടുത്തു. എഫ് എടുക്കുന്നത് കറസ്പോണ്ടിങ് വാല്യൂ ആണെന്നെടുത്തു. പിന്നെ എച്ച് എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇത് തമ്മിലുള്ള ഡിഫറൻസ് വരുന്ന എത്രയാണോ അതെടുത്തു. അത് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരുന്നു നമ്മുടെ മീഡിയൻ എന്ന് പറഞ്ഞത്. ആ കിട്ടിയ മീഡിയൻ എന്ത് ചെയ്തു? നമ്മുടെ xi മൈനസ് എമ്മിന്റെ മോഡിനകത്ത് ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് കുറച്ച് വാല്യൂസ് കിട്ടി. അതിനെ fi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്തപ്പോൾ നമുക്ക് നമ്മുടെ മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ എന്നുള്ള ഇക്വേഷനിൽ ഇടാനുള്ള സാധനങ്ങളായി അല്ലെ. n ഓൾറെഡി അറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ആൻസർ 10.16 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് വീണ്ടും ഒരു ക്വസ്റ്റ്യനും കൂടെ ഇതുപോലെ തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം നമുക്ക്. കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ. ഈ ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിക്കുക. ഇതിന്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഫങ്ഷൻസ് അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന വാല്യൂസിനെയാണ് അല്ലെ അതിനെയാണ് നമ്മൾ ചെയ്തതെന്നാണ് ഇത്ര നേരം പറഞ്ഞത്. എല്ലാം എന്തായിരുന്നു? 10 to 20, 20 to 30 അങ്ങനെ കണ്ടിന്യൂവേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഒരു വാല്യൂ തീരുന്നിടത്ത് അടുത്തത് പിന്നെയും തുടങ്ങി പോവാന്ന്. പക്ഷെ ഇവിടെ നോക്കിയേ ഈ ക്വസ്റ്റ്യനകത്ത് 16 to 20, 21 to 25 അങ്ങനെ പോകുന്നത്. അതായത് 20 കഴിഞ്ഞ് പിന്നെ ഏതാ? 21ലാണ് വരുന്നത്. പക്ഷെ നമുക്ക് വേണ്ടിയിരുന്നത് എങ്ങനെയായിരുന്നു? 20 കഴിഞ്ഞ് 20ന്ന് തന്നെ തുടങ്ങണമായിരുന്നു അടുത്ത വാല്യൂ. അതല്ലേ കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇതിപ്പോ ഡിസ്കണ്ടിന്യൂവേഷൻ ആയില്ലേ. നമുക്ക് കണ്ടിന്യൂസ് ആവുന്ന കേസ് എപ്പോഴാണ്? ഈ 20 21ലേക്ക് മാറുമ്പോഴാണ്. ഓക്കെ, ഇവിടെ എന്തായി? അത് ഡിസ്കണ്ടിന്യൂവേഷൻ ആണ് ആവുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കണ്ടിന്യൂവേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് വാല്യൂസ് എന്താവണം? 16 to 20 അതുപോലെ നിൽക്കട്ടെ എന്ന് വെക്കാം. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക? ഒരു -0.5 ചെയ്യുക. ഇവിടെ ഒരു +0.5 ചെയ്യുക. അപ്പൊ എന്താകും? ഒരു വാല്യൂ കിട്ടും. അത് തന്നെ എന്ത് ചെയ്യുക? ഈ തന്നേക്കുന്ന എല്ലാ വാല്യൂസിനും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് കണ്ടിന്യൂവേഷൻ ആകും. ഫോർ എക്സാമ്പിൾ ഇതിനെ മൈനസ് ചെയ്തപ്പോൾ 15.5 to 20.5 കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ എന്താകും? 21ന്ന് 0.5 കുറച്ചാൽ എന്താകും? അത് 20.5 to 25.5 അവിടെ +5 ചെയ്തു. ഇപ്പൊ കണ്ടിന്യൂവേഷൻ ആയില്ലേ. അവിടെ പ്രത്യേകിച്ച് ആർക്കും ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കാരണം ഈ ഒരു ഫ്രീക്വൻസികൾ എത്രയാണ് ഇതിന്റെ ഇടയ്ക്ക് വരുന്നതാണെന്ന് തന്നിട്ടുണ്ട്. പക്ഷെ കണ്ടിന്യൂവേഷൻ ആക്കാൻ നമ്മൾ എന്തുമാത്രം ചെയ്യുക? ഇതുപോലെ വാല്യൂസ് ആഡ് ചെയ്യുക. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കാം ഇത് ചെയ്തില്ലെങ്കിൽ ആൻസർ കിട്ടിപ്പോയില്ലെന്ന്. പക്ഷെ നമ്മൾ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഒക്കെ ചെയ്ത് കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് ഈ ഒരു പോയിന്റ് വാല്യൂസ് അല്ലെ മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാൻ നമുക്ക് ലോവർ ലിമിറ്റ് ഒക്കെ അപ്ലൈ ചെയ്യാൻ വരുമ്പം ലോവർ ലിമിറ്റ് ഇപ്പം ഇതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ് വരുന്നെങ്കിൽ അതിന്റെ ലോവർ ലിമിറ്റ് എന്താകും? 20.5 ആണ്. അത് 20.5ന്റെ വാല്യൂ അവിടെ ഉണ്ട്. സോ ആ വാല്യൂ നമുക്ക് ആവശ്യമുള്ളതായതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതുപോലെ നമ്മൾ മാറ്റി എഴുതി തന്നെ ചെയ്യണം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എഴുതാമല്ലോ. നമുക്ക് മാറ്റി എഴുതാം. ഏജ് ഇൻ ഇയേഴ്സ്. നമുക്ക് ആദ്യം കോളം വരച്ച് തന്നെ ചെയ്യാം അല്ലെ. ഏജ് ഇൻ ഇയേഴ്സ് അത് ആദ്യം നമുക്ക് എഴുതാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? XI യും FI യും ഒക്കെ എഴുതാം. XI അവിടെ നിന്ന് കണ്ടുപിടിക്കാം അല്ലെ.
ഇവിടെ 16 പോയിന്റ് എന്നുള്ളിടത്ത് എന്തായി 15.5 to 20.5, 20.5 to 25.5. അടുത്തത് 25.5 സ്റ്റാർട്ട് ചെയ്തു, എവിടെ ചെന്ന് നിന്നു 26.5, 26 അല്ലല്ലോ 30 അല്ലേ, 30 ചെന്നു അല്ലെ, 30.5 ചെന്നു. ഇനി 30.5 നിന്ന് എവിടെ ചെല്ലണം, 35.5 ചെന്നു. 35.5 to 40.5, 40.5 to 45.5. ഇത്രയും വരെ ആയിരിക്കും എന്ത് നമ്മുടെ വാല്യൂസ് വരുന്നത്. ഓക്കെ അല്ലേ, ഇത്രയും വരെ ആയിരിക്കും വാല്യൂസ് വരിക. ഇനി ഇതിൽ XI FI ഒക്കെ കണ്ടുപിടിക്കാലോ. FI കണ്ടുപിടിക്കേണ്ട എടുത്ത് കഴിഞ്ഞാൽ മതി അല്ലെ. 5, 6, 12, 14, 26, 12 എടുത്തെഴുതി. പിന്നെ എന്ത് വേണം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വേണം അല്ലെ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആവശ്യമുണ്ട് അല്ലെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആവശ്യമുണ്ട്. നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ആവുന്ന കേസിൽ മീഡിയൻ ആണ് കിട്ടേണ്ടതെങ്കിൽ എന്ത് വേണം, മീഡിയൻ ആണെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. സോ എന്ത് ചെയ്യണം, ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടണം. പിന്നെ നമ്മൾ അവിടെ എഴുതി മീഡിയൻ കിട്ടും. ആ മീഡിയൻ കിട്ടുമ്പം XI മൈനസ് എമ്മിന്റെ മോഡും അത് കഴിഞ്ഞിട്ട് FI ഇൻറ്റു XI മൈനസ് എമ്മിന്റെ മോഡും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ, ഇത്രയും വരെ ഇത്രയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബാക്കി ചെയ്യാലോ. ഇവിടെ നമുക്ക് XI വാല്യൂസ് കണ്ടുപിടിക്കാം അല്ലെ. XI വാല്യൂസ് എന്ത് വരും നമുക്ക്, ഇവിടെ 10 കിട്ടും, 10/2 കിട്ടും, 5 കിട്ടും. പിന്നെ ഇവിടെ വരുമ്പോ എന്താകും അത് 15.5, അവിടെ 5 കിട്ടി. അടുത്തത് XI എന്ന് പറയുന്നത് 15.5നും 20.5ന്റെ ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് എത്ര വരിക, ഇവിടെ നമുക്ക് 5 ആ കിട്ടുക. 5 അല്ലേ ടോട്ടല്. 15.5 to 20.5 വരുമ്പോ 6 രണ്ടും കൂടെ പ്ലസ് ആ ചെയ്യേണ്ടത്. സോ പ്ലസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആൻസർ എത്ര വരിക, അവിടുന്ന് അതിന്റെ നടുവിൽ വരുന്ന വാല്യൂ 18 കിട്ടും. ഇവിടെ 23 കിട്ടും. ഇവിടെ 28 കിട്ടും അല്ലെ. 23, 28 കിട്ടും. ഇതിന്റെ നടുവിൽ വരുന്ന 33 കിട്ടും. ഇവിടെ 38 കിട്ടും. ഇവിടെ 43 കിട്ടും. ഇത്രയായിരിക്കും വാല്യൂസ് വരിക. ഇനി ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചിട്ട് n എടുക്കുക. എന്ത് ചെയ്തു, നമ്മൾ ഇത് തമ്മിൽ പ്ലസ് ചെയ്ത് ബൈ 2 ചെയ്തിട്ട് ആൻസറുകൾ കണ്ടുപിടിച്ചല്ലേ. 20 പ്ലസ് 5, 20.5 പ്ലസ് 25.5 ഡിവൈഡഡ് ബൈ 2 അങ്ങനെ എല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്തു, നമ്മള് XI കണ്ടുപിടിച്ചു. ഇനി വേണ്ടത് CF ആണ്. അതെന്ത് ചെയ്യുക, പ്ലസ് ചെയ്ത് എഴുതുക. 11, 6, 5, 11 വരും. 11, 11, 12, 23, 37, 7, 6, 13, 53 എത്ര വരും, 65 കിട്ടും. FI ചെയ്ത് വരുമ്പം 5, 6, 5, 11, 11, 12, 23, 23, 14, 7, 37, 37, 26 കൂടെ എത്ര വരും, 7, 6, 13, ശിഷ്ടം 3, 2, 5, 1, 6 വരുമല്ലേ. ഇവിടെ 63 വരും. 63ഉം 12ഉം കൂടെ വരുമ്പോഴത്തേക്ക് 75 വരും. 75 വരെ, എത്രയും വരെയല്ലേ വരുള്ളൂ, 41 to 45. ഓക്കെ, ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്, അതാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. 45 to 50 ആൻഡ് 50 to 55 വരെ ആൻസർ ഇത് വരുന്നുണ്ട്, ടോട്ടൽ വരുന്നുണ്ട്. അത് എഴുതിയിട്ടില്ല, അതാണ് ക്വസ്റ്റ്യൻ ബാക്കി കണ്ടിന്യൂഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്ത് വരും, 45.5 to 50.5, 50.5 to 55.5 വരെ വരും. രണ്ടെണ്ണം കൂടെ വരും. ഇവിടെ ഇപ്പൊ എത്ര വരും, 48ഉം 53ഉം കൂടെ വരും. അതുപോലെ ഇവിടെ 12ഉം 16ഉം 9ഉം മൊത്തം ഇത്രയായിരിക്കും വരുന്നത്. അപ്പൊ ഇത് സം ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ 63 കിട്ടും. 63ഉം 75, 91, 100 ഇത്രയും വരെ ആയിരിക്കും വാല്യൂസ് വരുന്നത്.
ഇവിടെ 16ഉം 9ഉം കൂടെ വരും ക്വസ്റ്റ്യനിൽ. അത്ര വരെയാണ് വരുന്നത്. എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കേണ്ടാവും. ഇത്ര വരയ്ക്കും ചെയ്യേണ്ടത്. അത് ക്വസ്റ്റ്യന്റെ മിസ്റ്റേക്ക് വന്നതാണ്. അപ്പൊ എന്ത് വരും? ടോട്ടൽ വരുന്നത് 100 ആയിരിക്കും. സോ n എന്ന് പറയുന്നത് എന്താകും? 100 ആയിട്ട് വരും. അങ്ങനെയെങ്കിൽ മീഡിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്മള് n/2 കിട്ടണം. അത് എത്ര വരും? 100/2 ആയിരിക്കും വരുന്നത്. 50 എന്ന് വരും അല്ലെ? 50 വരുന്നത് എവിടെയായിരിക്കും? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 50 എവിടെയാണ് വന്നിട്ടുള്ളത്? ഈ 63 കണക്കിലെടുക്കാം. കാരണം എന്താണ്? ഇവിടെ നമുക്ക് അതിന്റെ ചെറിയ വാല്യൂ ആണ് 37. സോ മാക്സിമം വരുന്നത് എവിടെ? 63 ആണ്. സോ 63 വരുമ്പോൾ നമ്മുടെ മീഡിയൻ ക്ലാസ് ഏത് വരും? മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് നമുക്ക് 35.5 to 40.5 എന്നായിരിക്കും ആൻസർ കിട്ടുക അല്ലെ? 35.5 to 40.5 എന്ന ആൻസർ കിട്ടും. ഇനി അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ L കണ്ടുപിടിക്കുക. L എത്ര വരും? ലോവർ ലിമിറ്റ് 35.5 ആണ്. H എന്ന് പറയുന്നത് എത്ര എന്ന് പറയാം? ഇവിടെ നമുക്ക് 5 ആണെന്ന് പറയാം അല്ലെ? H 5 ആണ്. ഓക്കെ അല്ലേ? 35.5 to 40.5 കിട്ടും. H എന്ന് പറയുന്നത് 5 ആണ്. ഇനി പിന്നെ വേണ്ടത് എന്താണ്? നമുക്ക് ഇതിന്റെ എബോവ് വരുന്നത്, ഇതിനെയാണ് നമ്മൾ C ആയിട്ട് എടുക്കുന്നത്. C എത്ര വരും? 37 വരും. ഇനി F എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് വാല്യൂ വരുന്നത് 26ഉം കിട്ടും. ഓക്കെ അല്ലേ? 26ഉം കിട്ടും. ഇനി എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷൻ എഴുതുക. മീഡിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ L + n/2 - C / F × H ആണ്. ഇതിലേക്കെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അല്ലെ? 35.5 + 100/2 - 37 / 26 × 5. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പൊ എന്ത് വരും? 35.5 + 100. അപ്പൊ എന്ത് വരും? 50 - 37 / 26 × 5 വരും. ഇവിടെ അപ്പൊ എന്തായിരിക്കും വരുന്നത്? ഇവിടെ നിങ്ങൾക്ക് 13 കിട്ടും. ആ 13ഉം 26ഉം ക്യാൻസൽ ആകുമ്പോൾ 1/2 വരും. 5/2 വരും. 5/2 വന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്ത് വരും? നിങ്ങൾക്ക് ഫൈനൽ ആൻസർ വരുന്നത് 5/2 2.5 എന്ന് കിട്ടും. സോ 35.5 + 2.5 എന്ന് കിട്ടും. 5/2 2.5 ആകും. അത് എത്രയായിട്ട് ആൻസർ വരും? നിങ്ങൾക്ക് 38 എന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ അല്ലെ? 38 എന്ന് കിട്ടും സം ചെയ്ത് വരുമ്പോഴത്തേക്ക്. ഇനി എന്ത് ചെയ്യുക? ഈ xi - m ചെയ്യുക. xi 18 ആയിരുന്നു. അതിൽ നിന്ന് 38 കുറയ്ക്കുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 20 കിട്ടും അല്ലെ? 20 കിട്ടും. അടുത്തത് എത്രയാണ്? 23 നിന്നാണ്. 23 - 38 ചെയ്യുക. അപ്പൊ ആൻസർ എത്ര വരും? 15 കിട്ടും. അടുത്തത് 28 നിന്നാണ്. 28 നിന്ന് 38 കുറയ്ക്കുമ്പം 10 കിട്ടും. 33 നിന്ന് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 5 കിട്ടും. അടുത്തത് 38 നിന്ന് കുറയ്ക്കുമ്പോഴത്തേക്ക് 0 കിട്ടും. 43 - 38 ആകുമ്പോൾ 5 കിട്ടും. 48 - 38 ആകുമ്പോഴത്തേക്കും 10 കിട്ടും. ലാസ്റ്റ് 53 - 38 ചെയ്യുമ്പോഴത്തേക്കും 15 കിട്ടും. ഇത്ര വരയ്ക്കും കിട്ടുന്നത്. 20 15 10 5 0 5 10 15. ഇനി എന്ത് ചെയ്യുക? ഈ കിട്ടിയ വാല്യൂസിനെ F വാല്യൂസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നമുക്ക് 100 കിട്ടും. 6 × 15 90 കിട്ടും. 12 × 10 120 കിട്ടും. 14 × 5 എത്ര വരും? 4 5 20 70 കിട്ടും. 26നെ 0 കൊണ്ട് ചെയ്താൽ 0 തന്നെ കിട്ടും. 12 × 5 60 കിട്ടും. 16 × 10 160 കിട്ടും. 15 × 9 ചെയ്യുക. 15 × 9 ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ആൻസർ 135 കിട്ടും. 100 90 120 70 0 60 160 135 ഇത്രയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്ക് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കാം അല്ലെ? മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കാം. അടുത്ത സ്റ്റെപ്പില് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ, അതിന്റെ ഇക്വേഷൻ സമ്മേഷൻ fi
xi മൈനസ് എം ഡിവൈഡഡ് ബൈ n ചെയ്യുമ്പോൾ ആൻസർ എത്ര വരിക? ഇതിന്റെ സം ചെയ്ത് കിട്ടുന്ന ആൻസർ എത്ര ആയിരിക്കും കിട്ടുക? 735 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ നമ്മുടെ n എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയത് 100 ആയിരുന്നു. ആൻസർ എന്ത് വരും? 7.35 എന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ വരുന്നത് അല്ലെ. നമുക്ക് കിട്ടിയതെല്ലാം കൂടെ സം ചെയ്യുക. അപ്പൊ എത്ര വരും? 735 വരും. 735 വന്നിട്ടുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ എത്രയാണ് നമ്മുടെ n കിട്ടിയത്? നമുക്ക് n കിട്ടുന്നത് CF കൂട്ടിയാന്നപ്പോ കിട്ടിയ 100 ആയിരിക്കും. അത് ചെയ്തു വരുമ്പം 2 പോയിന്റ് 100 വരുമ്പോ എന്ത് ചെയ്താൽ മതി? 2 പോയിന്റ് മാറ്റിയിട്ട് കുത്തിട്ട് കൊടുക്കുക അല്ലെ. അപ്പൊ എത്ര വന്നു? 7.35 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇത് ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മളിപ്പോ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു അല്ലെ. ആ ചെയ്ത പ്രോബ്ലംസ് ഒക്കെ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ചെയ്തത് അത്ര എന്താണ്? ഗ്രൂപ്ഡ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണ്. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ പഠിച്ചു. ഓൾമോസ്റ്റ് ഒരു ചാപ്റ്ററിന്റെ പകുതി തീർന്നിട്ടുണ്ട്. ഇത്രയും പഠിച്ച കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ടൊക്കെ പഠിച്ചിട്ട് വരിക. ഈ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താ? മീനും മീഡിയനും കണ്ടുപിടിക്കാൻ പഠിച്ചു. അത് വെച്ചിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതും അൺഗ്രൂപ്ഡ് ആയിട്ടുള്ളതും ഗ്രൂപ്ഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം വാല്യൂസ് എന്ത് കണ്ടുപിടിക്കാൻ? മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇത്രയും പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇത്രയും നിങ്ങൾ ഈ പഠിച്ചിട്ടുള്ളതെല്ലാം നന്നായിട്ട് തന്നെ പഠിക്കുക. പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ പഠിക്കാനുള്ളതാണ്. ഇനി ഇതേ പ്രോബ്ലത്തിന് ഷോർട്ട് കട്ട് എന്നും പറഞ്ഞിട്ട് വേറെ എണ്ണം തന്നിട്ടുണ്ട്. ഒരു അസ്യൂംഡ് മീൻ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് xi മൈനസ് a ബൈ h എന്നൊക്കെ പറഞ്ഞായിരിക്കും അത് വരിക. അത് കുറച്ച് ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ടാവും ചിലർക്ക്. കാരണം അസ്യൂംഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എവിടെ നിന്ന് അസ്യൂം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഡൗട്ട്സ് കൂടുതൽ വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നില്ല, അതിലേക്ക് കടക്കുന്നില്ല. ഇത് ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇത് പറ്റാതെ ഇനിയും ഷോർട്ട് കട്ട് മെത്തേഡാ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റുന്നവർ അത് പഠിക്കുക. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇത് പഠിക്കാൻ വേണ്ടിയാണ്. കാരണം ആ ഷോർട്ട് കട്ട് മെത്തേഡും കൂടെ പഠിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുന്നത് ഇത് പഠിച്ചു തന്നെ പോകുന്നതായിരിക്കും നല്ലത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കുക. പഠിച്ചിട്ട് ക്ലാസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ അതനുസരിച്ചുള്ള കമന്റുകളും അതല്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൻസറുകൾ തെറ്റായിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിലോ എന്ത് ചെയ്യുക? നിങ്ങൾ അതനുസരിച്ച് കമന്റ് ഇടുക. ഓക്കെ, താങ്ക് യു.